ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര തരനാക്കി വാട്ടർഫോൾസിലേക്കാണ്. അപ്പോൾ നമ്മളെല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങി വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. ഏകദേശം 1.25 മണിക്കൂറത്തെ യാത്രയായിരുന്നു. ഒരു 100 കിലോമീറ്റർ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകാനായിട്ട്. പക്ഷേ നമ്മൾ ക്ലൈമറ്റൊന്നും നോക്കാണ്ടുള്ള യാത്രയായിരുന്നു. ആരും സ്വെറ്ററൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ എത്തിയതിന് ശേഷമാണ് അറിഞ്ഞത് ഭയങ്കര തണുപ്പാണെന്ന്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നല്ല ചൂടായിരുന്നു, നല്ല ചൂടും വെയിലും. അപ്പോൾ നമ്മൾ അത്യാവശ്യം വെള്ളവും കുറച്ച് സ്നാക്സൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. നമ്മുടെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കൂടെ. അവർ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴി ഒരു സീനിക് ലുക്കൗട്ട് കണ്ടപ്പം അവിടെ ഇറങ്ങി കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ കൊണ്ടുപോയ സ്നാക്സൊക്കെ കഴിച്ച് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്നു. അതൊരു നല്ല കാഴ്ചയായിരുന്നു. നമുക്ക് അകലയിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും കുറച്ച് വെള്ളം, അതിന് മുകളിൽ കൂടെ ബ്രിഡ്ജ്, കുറച്ച് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അത് ഏതാ സ്ഥലം എന്നൊന്നും മനസ്സിലായില്ല. അവിടെ ഒരു ഡാം പോലെയാണ് കാണുന്നത്. പക്ഷേ കുറച്ച് നേരം അതൊക്കെ കണ്ട് അവിടെ നിന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്ന് നമ്മുടെ മഞ്ഞുമലയൊക്കെ കണ്ടു കേട്ടോ. ഇപ്പം മഞ്ഞൊന്നുമില്ല. അങ്ങനെ പോയി ഞങ്ങൾ തരനാക്കി വാട്ടർഫോൾസിലെത്തി. ഇവിടെ എത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഏകദേശം 3 കിലോമീറ്റർ അങ്ങോട്ടും 3 കിലോമീറ്റർ ഇങ്ങോട്ടും ഉണ്ട്. 6 കിലോമീറ്റർ നടക്കാനുണ്ട്. ഇതൊന്നും അറിയാതെയാണ് യാത്ര തുടങ്ങിയത്. സ്വെറ്റർ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഗൂഗിളിൽ നോക്കിയപ്പോൾ 9 ഡിഗ്രിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫീൽഡ്സിലേക്ക് 6ഉം. അങ്ങനെ അവിടുത്തെ പൂക്കളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളങ്ങനെ നടക്കുകയാണ് കേട്ടോ. സമ്മർ ആയതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ നന്നായിട്ട് കുറവാണ്. പിന്നെ നമുക്ക് നടക്കാനായിട്ട് നല്ലൊരു ട്രാക്ക് ഉണ്ട് അവിടെ. അപ്പം നമുക്ക് വഴി തെറ്റി പോകുന്നില്ല. ഭയങ്കര പാടാ. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് നടക്കാനായിട്ട് നമ്മുടെ വാട്ടർഫോൾസിലേക്ക്. അത് ആ കാണുന്നതാണ് മൗണ്ട് റിവാട്ടറും. അതൊരു വോൾക്കാനുമാണ്. പക്ഷേ കണക്കുകൾ പറയണത് ഒരു 1000 വർഷത്തേക്ക് അത് പൊട്ടില്ല എന്നൊക്കെയാണ്. എനിക്ക് തെറ്റിപ്പോയതാട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഒരു മൊത്തം 6 കിലോമീറ്റർ യാത്രയുണ്ട്. 3 അങ്ങോട്ടും 3 ഇങ്ങോട്ടുമായിട്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകണേ. നടന്ന് വയ്യാണ്ടേ. പക്ഷെ കുറച്ച് ഇങ്ങനെ സ്ലോപ്പ് ആയതുകൊണ്ട് നടക്കാൻ എളുപ്പമാണ്. പക്ഷെ എന്നാലും ഭയങ്കരമായിട്ട് കിതക്കണം. പക്ഷെ പിള്ളേർക്കൊക്കെ ഭയങ്കര എനർജിയാണ്. അവരൊക്കെ സൂപ്പറായിട്ട് പോകണം. ഇങ്ങനെ പോണ വഴിയിൽ ചെറിയ ചെറിയ അരുവികൾ കാണാം. എനിക്ക് തോന്നുന്നത് മെയിൻ വാട്ടർഫോൾസിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കും. നമ്മുടെ പിള്ളേർ വരുന്നൊക്കെ അവർക്ക് എന്തെങ്കിലും ഒരു ക്ഷീണമുണ്ടോ? അവർ നല്ല എൻജോയ് ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അവരുടേതായ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് അവർ വരുന്നത്. അവർക്ക് മാത്രം ഒരു ക്ഷീണമില്ല. നമ്മൾ ശരിക്കും പോണതൊരു കാട്ടിക്കൂടെയാണ്. ഇവിടെ പാമ്പൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് പേടിക്കാണ്ട് പോവാം. പിന്നെ നമ്മളങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെ കുറച്ച് പാലങ്ങളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചേക്കണതാണ്. അപ്പം നമുക്ക് തണുപ്പുകാരാണെങ്കിലും നമുക്ക് വഴുതി വീഴാനുള്ള ചാൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ നടന്ന് അങ്ങനെ ഏകദേശം ടോപ്പിലെത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാം ചെറിയ രീതിയിൽ വെള്ളം മുകളിൽ നിന്ന് ഒഴുകുന്നത്. പക്ഷേ അപ്പോഴാണ് അറിയണത് നമുക്ക് ശരിക്കുള്ള വാട്ടർഫോൾസ് കാണാൻ വേണ്ടി ഇനിയും ഒരുപാട് താഴത്തോട്ട് ഇറങ്ങണം. എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് വാട്ടർഫോൾ, നമ്മുടെ ഈ അതിരപ്പള്ളിയിലൊക്കെ കാണുന്ന പോലത്തെ വാട്ടർഫോൾ കാണണമെങ്കിൽ നമുക്ക് കുറേ ഇറങ്ങാനുണ്ട്. അതിനുവേണ്ടി ഈ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി താഴത്തോട്ട് എത്തിയാൽ മാത്രമേ നമുക്ക് ആ വ്യൂ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ നോക്കി, നമുക്ക് ടോപ്പിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണ്. ഒരപ്പൻ ആ വാട്ടർഫോളൊക്കെ ആസ്വദിച്ച് അവിടെ ഇരിക്കുകയാണ്. നടന്ന് വയ്യാണ്ടായിട്ടായിരിക്കണം. അങ്ങനെ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് അവിടെ വെച്ച് നമുക്ക് ക്വിറ്റ് ചെയ്യാമെന്നായിരുന്നു. പിന്നെ ഒരു വാശിയിൽ അങ്ങ് താഴത്തോട്ട് നടന്നു. അപ്പോൾ നമുക്ക് കാണുന്നത് ഇപ്പം അകലേന്നുള്ള വ്യൂ ആണ് നമ്മുടെ വാട്ടർഫോൾസിൻ്റെ. നോക്കിയേ, നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ പിള്ളേരുകൾ ഇങ്ങനെ റിസ്ക്കി ആയിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ കാണിക്കും. ഒരു സേഫ്റ്റിയും ഇല്ല. അവരടുത്ത് പോയി നിന്ന് നോക്കാണ്. അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും കുറേ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി താഴത്തോട്ട് എത്താറായിട്ടുണ്ട്. പിള്ളേരൊക്കെ ശരിക്കും ഇപ്പോൾ എല്ലാവരും കുറച്ച് വയ്യാതായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കാണുന്ന ചെറിയ ഇടവഴി കൂടെയാണ് നമ്മൾ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തുന്നത്. അതൊരു ടാസ്ക്കാണ്. അതിൽ ഞാൻ പോയില്ല. ഞാനും പിള്ളേരും ഒന്നും പോയില്ല. ഹസ്ബൻഡ് പോയിട്ടാണ് ബാക്കിയുള്ള വീഡിയോസ് എടുക്കണേ. പക്ഷേ ഈ വീഡിയോസ് ഇപ്പോൾ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ ചാൻസ് മിസ്സാക്കണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും പോയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇപ്പോൾ നോക്കിയേ,
ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ നമുക്ക് ആ വാട്ടർഫോളിൻ്റെ കറക്റ്റ് അടുത്തെത്താൻ പറ്റും. ഇതാണ് തരനാക്കി വാട്ടർഫോൾസ്. വെള്ളം കുറച്ച് കുറവാണ്, നമ്മൾ ഗൂഗിളിൽ കണ്ട അത്രയും വെള്ളം ഇല്ലെങ്കിലും, പക്ഷേ അടിപൊളി. ഞങ്ങളിങ്ങനെ വാട്ടർഫോൾസ് കണ്ടിട്ട് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്, മഴ പെയ്യാൻ പോണ പോലെ ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ. തണുത്തിട്ട് വിറയ്ക്കുന്നു. അതുപോലെ ഇത്ര നേരം നമ്മളിങ്ങനെ ഹൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഇറങ്ങിയിരിക്കുകയല്ലേ, ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ കാലൊക്കെ വിറയ്ക്കണം ഭയങ്കരമായിട്ട്, നടക്കാൻ പറ്റണില്ല. അപ്പോൾ ഏകദേശം നമ്മൾ 2 മണിക്കൂർ എടുത്തു നമുക്ക് നടക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് കാണാം 6 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഏകദേശം. അങ്ങനെ ഞങ്ങൾ തരനാക്കി ഫോൾസ് കണ്ടു. നിങ്ങൾക്ക് ഇതിന് മുന്നത്തുള്ള വീഡിയോസിൽ കാണാൻ പറ്റും. ഭയങ്കര പാടായിരുന്നു കയറാൻ വേണ്ടിയിട്ടും ഇറങ്ങാൻ വേണ്ടിയിട്ടും. കാലൊക്കെ കിലിക്കിലാന്ന് വിറക്കണം. പശക്കേടായി വാവട്ടി അവസാനം ഒരു വടിയൊക്കെ കുത്തി പിടിച്ചിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ വയ്യണ്ടായി. പിള്ളേർ ഇത്ര വലുതായ കാരണം കൊണ്ട് നമ്മളതിൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞില്ല. പക്ഷേ പിള്ളേരെ കൊണ്ടുവന്നാൽ ഭയങ്കര പാടാണ്. പക്ഷേ ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് എടുക്കുകയാണെങ്കിൽ ഓക്കെയാണ്. നമ്മളിങ്ങനെ രസം ഇങ്ങനൊരു മൗണ്ടനൊക്കെ ക്ലൈംബ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ശബരിമലയും മറ്റേ കുരിശുമലയൊക്കെ കയറുന്ന പോലെ തന്നെ അത്രയും ബുദ്ധിമുട്ടില്ല. എന്നാലും രസം. തണുപ്പും കൂടി ആയതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. ഓക്കെയാണ്. മഴ പെയ്യുന്നു.